നരച്ച മുടി പ്രായം ആകുന്നതിന്റെ ലക്ഷണമായാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ചെറുപ്പക്കാരിലും ഇന്ന് നര കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് തയ്യാറാക്കുന്നത്. അതുമാത്രമല്ല, ഇൻസ്റ്റന്റ് കെമിക്കൽ ഡൈകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്താലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പൊ നമുക്ക് തയ്യാറാക്കാം. ചെമ്പരത്തിയില എത്രത്തോളം ഗുണകരമാണോ അതേപോലെ തന്നെയാണ് പേരയിലയും. പേരയില കൊണ്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പേരയില എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഹെയർ ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പേരയില എടുക്കണം. എന്നിട്ട് നമുക്ക് ഹെയർ ഡൈയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തയ്യാറാക്കാം. അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു നമ്മുടെ ഹെയറിന് വളരെ നല്ലതാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കണം. നമ്മളെടുത്ത 2 ഗ്ലാസ് വെള്ളം എന്നത് 1 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുക്കണം. ഈ ഒരു വെള്ളം നമുക്ക് ഹെയർ ടോണർ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ ഒരു വെള്ളം നല്ലതുപോലെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. തേയില നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനായിട്ടും വളരെയധികം സഹായിക്കും. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം അതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഗ്രാമ്പു നമ്മുടെ തലയിലെ ചൊറിച്ചിൽ, താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ടും നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ഉലുവയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് ചൂടാക്കാനായിട്ട് ഇരുമ്പിന്റെ ചട്ടി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇരുമ്പിൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ മുടിയിൽ ആവുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും അത് സഹായിക്കും. അതേപോലെ മുടിക്ക് നല്ല തിക്നെസ് കിട്ടാനായിട്ടും ഉലുവ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം ചൂടാക്കി എടുക്കണം. അപ്പൊ നല്ലതുപോലെ ഉലുവ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതായത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലെ ചൂട് ആറിയതിനു ശേഷം ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇതേപോലെ കുറച്ചധികം പൗഡർ തയ്യാറാക്കിയിട്ട് നമ്മളിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാനായിട്ടും എളുപ്പമായിരിക്കും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേരയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ കുറച്ച് മൂത്ത ഇലയായതുകൊണ്ട് ഇതിലെ നടുഭാഗത്തുള്ള ഒരു തണ്ട് നമുക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ പേരയില ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പില ചേർക്കാം. നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും. കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും. അത് മാത്രമല്ല മുടി വളരുകയും ചെയ്യുന്നതാണ്. 3 തണ്ട് കറിവേപ്പിലയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേയില വെള്ളമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തേയില വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് അരയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി കുറച്ചും കൂടെ തേയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു വെള്ളം മാത്രമായിട്ട് നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ നമ്മളിത് ഉപയോഗിച്ചിട്ട് സ്ഥിരമായിട്ട് മുടി കഴുകുന്നതും തീർച്ചയായിട്ടും മുടി വളരുവാനായിട്ടും സഹായിക്കും. അതേപോലെ തന്നെ അകാല നര തടയുവാനായിട്ടും വളരെയധികം നല്ലതാണ്. ഇനി നമുക്ക് ഡൈ മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് നമുക്ക് വേണ്ടത്. ഇരുമ്പിൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ ഹെയർ ഡൈയിലേക്ക് ഇറങ്ങുന്നതും വളരെ നല്ലതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ല ബ്രാൻഡിന്റെ നെല്ലിക്കാപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ അടുത്ത് നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിൽ പച്ച നെല്ലിക്ക നല്ലതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം 4 മണിക്കൂർ നേരമെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡേയുടെ കളർ റിലീസ് ആവുള്ളൂ. അങ്ങനെ നമ്മുടെ ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്.
അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകാവുന്നതാണ്. ഷാമ്പോ സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക്